ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സ്നേഹതീരം ബീച്ചിലാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. നമുക്ക് ആദ്യം പാർക്കിലേക്ക് പോവാം. പാർക്കിലേക്ക് പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ ഇതാ ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മീനിൻ്റെ അടുത്തൊരു കുളമാണെന്നറിയില്ല, ഒരു വെള്ളമൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കുറേ മീനുകൾ കിട്ടും. വലിയ തടിയൻ മീനുകൾ. അപ്പോൾ ഇത് നമ്മുടെ വെക്കേഷനിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ബീച്ചാണ് സ്നേഹതീരം ബീച്ച്. അവിടെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സാധനങ്ങളുണ്ട്. അതിൽ ബീച്ചും ഉണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ കിഡ്സ് പാർക്കും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ളൊരു പാർക്കാണ് അത്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഈ ഒരു സാധനത്തിലാണല്ലോ കയറാറ്. അപ്പം ഞങ്ങൾ ആ ഒരു സാധനത്തിൽ കയറി ഇങ്ങനെ ചാടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പാർക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് ഉച്ച സമയമാണ്. ഞങ്ങൾ അധികം നേരമൊന്നും കളിച്ചില്ല, കാരണം ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് പാർക്കിൽ കളിച്ചത്. അതുകൊണ്ട് കളിക്കാൻ കൂടി പറ്റണില്ല, ഭയങ്കര വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാണ്. അതാകുമ്പോൾ വെയിലൊക്കെ ആറി കഴിയുമ്പോഴാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു പാർക്കിൽ നമ്മുടെ പാരൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടാരമുണ്ട്. കൂടാരം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു തണൽ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇത് പാരൻസിന് ഇരിക്കാവുന്നതല്ല, നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കയറിയിരിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയിരുന്നതാണ്. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. ഒരു മീൻ മറ്റേ ഇങ്ങനെ തല കുത്തി നിൽക്കല്ല, നമ്മൾ മറഞ്ഞു കിടക്കില്ലേ, മലർന്നു കിടന്നിട്ട് ഇങ്ങനെ നീന്തി ശ്വാസം എടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിശയിച്ച് പോയി, ഇതെന്തത് ഇങ്ങനെ നീന്തണേന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി കേട്ടോ. അപ്പോൾ ആ മീൻ ശ്വാസം എടുക്കണതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ വെയിലൊക്കെ ആറി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് ഈ ഒരു കല്ലുമ്മേ കൂടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ ഭയങ്കര വിഷമമാണ്. കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ പോവാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഇങ്ങനെ പതുക്കെ നിന്നു എന്നുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ സ്നേഹതീരം ബീച്ചിൻ്റെ പ്രത്യേകതയാണ്, നമുക്ക് പാർക്കിൽ കളിക്കുകയും ചെയ്യാം, പിന്നെ ബീച്ചിൽ ഇറങ്ങുകയും ചെയ്യാം. അപ്പം ഞങ്ങളിതാ അവിടെ ഇങ്ങനെ കളിക്കുകയാണ്. ഞങ്ങൾ വലിയൊരു കുഴി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അതിൽ വെള്ളമൊക്കെ വന്നപ്പോൾ ആകെ കുളമായി. ഇതാക്കണ്ട് ഞങ്ങൾ ആ കുഴി മാന്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. പക്ഷെ കടലമ്മ അതിന് സമ്മതിക്കുന്നില്ല. കടലമ്മ വീണ്ടും കടൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ബീച്ചിൽ വെള്ളം വരുന്നതനുസരിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈയിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനങ്ങളിങ്ങനെ കുനുകുനൂന്നിങ്ങനെ ഓടണു. അതാണ് ഞങ്ങളിപ്പോൾ നോക്കണത്. ഈ വെള്ളം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ സാൻഡുമ്മ അങ്ങനെ കുനുകുനൂന്ന് കണ്ടോ, അത് മറ്റേ ചെറിയ ഞണ്ടാണോ, ചെറിയ ഞണ്ടുകളില്ലേ, അതൊക്കെ ഇങ്ങനെ പോണതാണ് കേട്ടോ. ചെറിയ പക്ഷെ കടിക്കുമ്പോഴൊന്നും വേനില്ല കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു വൈകുന്നേരം സമയമായിരുന്നു, 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
അപ്പോഴാണ് ഇങ്ങനെ ബോട്ടൊക്കെ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞിട്ട് ബോട്ട് ഇതാ അങ്ങനെ കരയ്ക്ക് കയറ്റിയത് കണ്ടത്. അപ്പോൾ അങ്ങനെ അമ്മയും സൗമ്യാൻ്റെയും കൂടി ഇങ്ങനെ ഇതൊക്കെ ഈ ഫിഷൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് പറ്റാണി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ സൗമ്യാൻ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇതാ ബോട്ടൊക്കെ ഇങ്ങോട്ട് തള്ളി കയറ്റി. അപ്പോൾ ഇവിടെ ഇതാ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ, നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഇവിടുത്തെ വിലയൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറെ ബോട്ടിൽ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ച് പോന്നപ്പോൾ അപ്പോൾ വീണ്ടും ഒരു ബോട്ട് അവിടെ വന്നു. അപ്പോൾ ബോട്ട് ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും അച്ഛൻ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിയായി കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും കാണണമെന്നില്ല, ഞങ്ങൾ ബീച്ചിൽ നിന്ന് കളിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ആ സണ്ണിനെയൊക്കെ കാണാൻ നല്ല രസമാണ്. ആ ഒരു ബീച്ചിൻ്റെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൻ്റെ അവിടുത്തെ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും വേറൊരു ബോട്ട് വന്നു. അപ്പോൾ അവിടെ പോയി അവർ നോക്കിയപ്പം അവിടെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ബോട്ടൊക്കെ ഇങ്ങനെ തള്ളി കയറ്റാണ്. അപ്പോൾ സൗമ്യാൻ്റെയും ഒരു കൈ സഹായിച്ചു കേട്ടോ ബോട്ട് തള്ളിക്കയറ്റാൻ. ബോട്ടിൽ നിറച്ച് ഫിഷായിരിക്കും, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷ് മീനാണ്. കാരണം ഇപ്പോൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഫ്രഷ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു. നല്ല ഫിഷായിരുന്നു എന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മയും സൗമ്യാൻ്റെയും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഫിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കായിരുന്നു. ആ സമയം ഞങ്ങളവിടെ ഭയങ്കര കളിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ബോട്ടിൽ നിന്ന് ഫിഷൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അപ്പോഴേക്കും രാത്രി ആയിട്ടോ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ഉപ്പിലിട്ടതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത്. അപ്പം ഞങ്ങൾ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നെല്ലിക്ക ഉണ്ടായിരുന്നു, ക്യാരറ്റ്, മാങ്ങ, ഇതൊക്കെ ഉപ്പിലിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു കവറിലൊക്കെ ഇട്ട് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, പാർക്കിലും കയറാം, ബീച്ചിൽ കയറാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.